യമന്റെ തലസ്ഥാനമായ സനയിൽ ഇന്നലെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ഹൂതി നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. വലിയ സ്ഫോടന ശബ്ദങ്ങളാണ് ആക്രമണത്തിന് പിന്നാലെ ഉയർന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. സനയിൽ തങ്ങൾ ആക്രമണം നടത്തിയതായി ഇസ്രയേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രസിഡൻഷ്യൽ കോംപ്ലക്സും മിസൈൽ താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയത്. സെൻട്രൽ സനയിലെ മുനിസിപ്പാലിറ്റി കെട്ടിടം ഈ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ടെന്ന് ഹൂതി സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കി. തുറമുഖ നഗരമായ ഹുദൈദയിലും ആക്രമണം നടന്നതായി ഇസ്രയേൽ വാർത്താ മാധ്യമമായ മാരിവ് റിപ്പോർട്ട് ചെയ്തു. ഹൂതികൾ ഇസ്രയേലിനും പൗരന്മാർക്ക് നേരെ നിരന്തരം നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് സനയിൽ നടത്തിയ ഈ ആക്രമണം എന്നാണ് ഇസ്രയേലി സേന എക്സിലൂടെ പ്രതികരിച്ചത്. ക്ലസ്റ്റർ പോർമുനയുള്ള മിസൈൽ ഉപയോഗിച്ചാണ് നേരത്തെ ഇസ്രയേലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയതെന്നും ആദ്യമായാണ് ഇത്തരമൊരു ആയുധം അവർ ഉപയോഗിച്ചതെന്നും ഇസ്രയേൽ വ്യോമസേന അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ നിരന്തരമായി ഹൂതികൾ ഇസ്രയേലിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതിൽ ഭൂരിഭാഗം ആക്രമണങ്ങളും ഇസ്രയേൽ തടഞ്ഞിരുന്നു. എന്നാൽ ഹൂതികൾ നടത്തിയ ഏതാനും ചില ആക്രമണങ്ങൾ ഇസ്രയേലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ തിരിച്ചടിയാണ് ഇന്നലെ നടന്ന ആക്രമണം എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രസിഡന്റിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സൈനിക താവളം, 2 പവർ സ്റ്റേഷനുകൾ, ഒരു ഇന്ധന ഡിപ്പോ എന്നിവ തകർത്തതായാണ് ഇസ്രയേൽ സൈന്യം അറിയിക്കുന്നത്. ഹൂതി ഭരണകൂടത്തിന്റെ സൈനിക നീക്കങ്ങൾ നടത്തുന്ന ഒരു സൈനിക കേന്ദ്രത്തിനുള്ളിലാണ് പ്രസിഡന്റിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. തകർത്ത 2 പവർ പ്ലാന്റുകളും സൈനിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി വിതരണം ചെയ്യുന്ന പ്രധാന കേന്ദ്രങ്ങളായിരുന്നുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. 1 ഡസനോളം വിമാനങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തതായും 4 ലക്ഷ്യസ്ഥാനങ്ങളിലായി ബോംബുകൾ അടക്കം 30-ൽ-അധികം ആയുധങ്ങൾ ഉപയോഗിച്ചതായും IDF വൃത്തങ്ങൾ പറയുന്നു. അതേസമയം ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്ന് ഹൂത്തികൾ പ്രതികരിക്കുന്നു. പ്രസിഡൻഷ്യൽ ആസ്ഥാനത്ത് നിലവിൽ ജീവനക്കാരൊന്നുമില്ല, അതിപ്പോൾ ഉപയോഗത്തിലുമല്ല. ഇസ്രായേൽ സനയിൽ നടത്തിയ ആക്രമണത്തിന്റെ ഒരു ഭാഗം വ്യോമ പ്രതിരോധ സേന നിർവീര്യമാക്കിയെന്നും ഹൂത്തികൾ പ്രതികരിച്ചു. അൻസാറുള്ള നടത്തിയ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ ഈ ആക്രമണം ഉണ്ടായത്. നേരത്തെയും യമനിലെ ഹൂത്തി നിയന്ത്രണത്തിലുള്ള 3 തുറമുഖങ്ങളിലും ഒരു വൈദ്യുത നിലയത്തിലും ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയിരുന്നു. ചെങ്കടലിന്റെ തീരത്തുള്ള ഹുദൈദ, റാസ് ഇസ, അസ് സാലിഫ് തുറമുഖങ്ങൾ, റാസ് കാത്തിബ് പവർ പ്ലാന്റ് എന്നിവയാണ് അന്ന് ആക്രമിക്കപ്പെട്ടത്. ഹൂത്തികൾ പിടിച്ചെടുത്ത് ഹുദൈദ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഗാലക്സി ലീഡർ എന്ന കപ്പലിലെ റഡാർ സംവിധാനത്തെയും അന്ന് ആക്രമിച്ചതായി പറയുന്നു. 2023-ൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം 100 കണക്കിന് മിസൈലുകളാണ് ഹൂത്തികൾ ഇസ്രായേലിന് നേരെ അയച്ചിട്ടുള്ളത്. ചെങ്കടൽ ഇടനാഴിയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ഹൂത്തികൾ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനുവരിയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിനെ തുടർന്ന് ഹൂത്തികൾ തൽക്കാലം ആക്രമണം നിർത്തിവെച്ചെങ്കിലും പിന്നീട് അൻസാറുള്ള അടക്കമുള്ള ഗ്രൂപ്പുകൾ ആക്രമണങ്ങൾ വീണ്ടും ആരംഭിക്കുകയായിരുന്നു. അതേസമയം പലസ്തീനെ പിന്തുണക്കുന്ന 1 ഇഞ്ച് പോലും പിന്നോട്ടേക്കില്ലെന്ന് ഹൂത്തികളും പ്രസ്താവിച്ചു. ഇതുവരെ നടത്തിയ എല്ലാ ആക്രമണങ്ങൾക്കും കൊടും ക്രൂരതകൾക്കും ഒരു ദിവസം ഇസ്രായേൽ മറുപടി പറയേണ്ടി വരും. ലോകരാജ്യങ്ങൾക്ക് ഇസ്രായേലിനുള്ള അമർഷം വർദ്ധിച്ചു വരികയാണ്. അവസാനത്തെ ഹൂതി പോരാളിയും ഇല്ലാതാകുന്നതുവരെ ഞങ്ങൾ പോരാട്ടം തുടരുമെന്നും ഹൂതി വക്താവ് യഹ്യ സാരി പറയുന്നു.